ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സിക്കം ചിക്കനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഏകദേശം 1/2 കിലോ 500 ഗ്രാം ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ഗ്രീൻ കളർ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കഷ്ണം റെഡ് കളർ ക്യാപ്സിക്കം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 2 തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, അതുപോലെ 1 ടീസ്പൂൺ ഉണക്ക കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 1 പച്ചമുളക് കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്സിക്കം ചിക്കൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഈ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കനിലേക്ക് കട്ട് ചെയ്ത പച്ചമുളകും അതുപോലെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്കും അതുപോലെ ചതച്ച് വെച്ച കുരുമുളകും കറിവേപ്പിലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ നമുക്ക് 1 വിസിൽ അടിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം നമുക്ക് ഒരു പോട്ടിലേക്ക് ബട്ടർ ഇട്ട് അത് മെൽറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഈ ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിന് കുറിച്ചെടുക്കാം. ഇങ്ങനെ കുറുക്കിയെടുത്ത മൈദ നമുക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കളറ് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ക്യാപ്സിക്കം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കുറുക്കിയെടുത്ത മൈദ ബട്ടർ മിക്സാണ്. ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് കുക്കറിൽ 2 വിസിൽ അടിച്ച് വേവിച്ചെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഈ ക്യാപ്സിക്കം മിക്സിലിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ഈ മിക്സിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ ടൊമാറ്റോ ജ്യൂസ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് ചെറുതായി കുറുകി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇതിന് മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്യാപ്സിക്കം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതധികം എരിവില്ലാത്ത ചിക്കൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ചോറിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയിരിക്കും. അപ്പം അടുത്ത പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ ക്യാപ്സിക്കം ചിക്കൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.